പരിപൂർണമായിട്ടും ഭഗവാനിൽ ആശ്രയിച്ച ഒരു വ്യക്തിയെയാണ് നമ്മൾ നാരദ മഹർഷിയുടെ ആ ബാല്യകാലത്തിൽ കാണുന്നത്. ഇത് വന്നിട്ട് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അനുകരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണെങ്കിലും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? നാരദ മഹർഷിയുടെ ജ്ഞാനവും നമ്മുടെ ജ്ഞാനവും വ്യത്യസ്തമാണ്. നാരദ മഹർഷിയുടെ റിയലൈസേഷൻ, വിജ്ഞാനവും നമ്മുടെ റിയലൈസേഷനും വ്യത്യസ്തമാണ്. നമ്മൾ ഒരു ദിവസം സുപ്രഭാതത്തില് എന്താണ്, ഇതെല്ലാം എന്നെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഭാര്യയും വേണ്ട, പിള്ളേരും വേണ്ട, വീടും വേണ്ട എന്നും പറഞ്ഞിട്ട് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിക്കരുത്. കാരണം അതെന്താണ്? ഫൽഗു വൈരാഗ്യം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു, രൂപഗോസ്വാമിയും പറയുന്നു. ഫൽഗു വൈരാഗ്യം എന്താണ്? ഈ വൈരാഗ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ ഉന്നതിയിലേക്ക് വരുമ്പോൾ, ആധ്യാത്മിക പുരോഗതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നതാണ്.